ബെൻ ബെൻ നരേന്ദ്രൻ. എന്റെ കോടതി, എന്റെ നിയമം. വക്കീലന്മാരും വാദങ്ങളും അപ്പീലും ഈ കോടതിയിൽ ഇല്ല. ശിക്ഷ നടപ്പിലാക്കുന്ന ആരാച്ചാരും ഞാൻ തന്നെ. പ്രദർശനശാലകളെ പ്രകമ്പനം കൊള്ളിച്ച ഈ ഡയലോഗുകൾ മലയാളി പ്രേക്ഷകർ കേട്ടുതുടങ്ങിയിട്ട് 35 വർഷം തികയുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടി ബെൻ നരേന്ദ്രൻ എന്ന സ്റ്റൈലിഷ് കഥാപാത്രത്തെ അവതരിപ്പിച്ച അർത്ഥം എന്ന ചിത്രത്തിലെയാണ് ഈ ഡയലോഗുകൾ. തമിഴ് എഴുത്തുകാരനായ ശുഭയുടെ എതിർക്കാറ്റ് എന്ന മൂലകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വേണു നാഗവള്ളി രചിച്ച ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സത്യൻ അന്തിക്കാടാണ്. ആക്ഷൻ മൂഡിലുള്ള സത്യൻ അന്തിക്കാടിന്റെ ആദ്യ ചിത്രമാണിത്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ തമാശയിൽ പൊതിഞ്ഞ് പറഞ്ഞു പോകുന്ന പതിവ് ശൈലിയിൽ നിന്നും മാറി അനീതിക്കും അക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന വീരനായകന്റെ പോരാട്ടത്തിന്റെ കഥയായിരുന്നു അർത്ഥത്തിലൂടെ സത്യൻ അന്തിക്കാട് അനാവരണം ചെയ്തത്. പ്രണയത്തിനും ഹാസ്യത്തിനും മുൻതൂക്കം നൽകിയുള്ള ചിത്രങ്ങൾ രചിക്കാറുള്ള വേണു നാഗവള്ളിയുടെ തികച്ചും വ്യത്യസ്തമായ രചനയാണിത്. തങ്ങളുടെ സ്ഥിരം കുടുംബ പ്രേക്ഷകരെ പരിഗണിക്കാതെ യുവാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇരുവരും ചെയ്ത ആദ്യ ചിത്രം ഒരുപക്ഷെ ഇതായിരിക്കാം. മലയാള സിനിമയിലെ ഒരു കാലത്തെ ഹിറ്റ് മേക്കറായിരുന്ന പി ചന്ദ്രകുമാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന സത്യൻ അന്തിക്കാട് 1982 റിലീസായ കുറുക്കന്റെ കല്യാണം എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. തുടക്കകാലത്ത് തന്റെ ഗുരുനാഥൻ കൂടിയായ ഡോക്ടർ ബാലകൃഷ്ണന്റെ രചനകളെ അടിസ്ഥാനമാക്കി ഹാസ്യരസത്തിന് പ്രാധാന്യം നൽകിയ ചിത്രങ്ങളാണ് സത്യൻ അന്തിക്കാട് എടുത്തിരുന്നത്. പിന്നീട് ജോൺ പോളിന്റെ രചനയിൽ മധ്യവർത്തി സ്വഭാവമുള്ള ഏതാനും ചിത്രങ്ങൾ കൂടി എടുത്തു. എന്നാൽ 1986 ശ്രീനിവാസന്റെ രചനയിൽ എടുത്ത ടി.പി. ബാലഗോപാലൻ എം.എ. മുതലാണ് സത്യൻ അന്തിക്കാട് ഒരു ബ്രാൻഡായി മാറുന്നത്. പിന്നീട് സത്യൻ ശ്രീനി കൂട്ടുകെട്ടിൽ നിന്നും മോഹൻലാലിനെ നായകനാക്കി ഒട്ടേറെ ചിത്രങ്ങൾ പുറത്തു വന്നു. കേരളത്തിലെ മധ്യവർഗ കുടുംബ പശ്ചാത്തലമായിരുന്നു ഇത്തരം ചിത്രങ്ങളിൽ ഏറിയ പങ്കും. ജോഷി, കലൂർ ഡെന്നീസ്, മമ്മൂട്ടി കൂട്ടുകെട്ടിന്റെ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ, മോഹൻലാൽ കൂട്ടുകെട്ട് മലയാള സിനിമയിൽ മറ്റൊരു ട്രെൻഡ് സ്വീകരിച്ചു. അതേ ടീമിന്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളി കൂടിയായ മമ്മൂട്ടി ആ ചിത്രത്തിൽ ഒരു അതിഥി വേഷം ചെയ്യവേ തന്നെ നായകനാക്കി ഒരു ചിത്രം ചെയ്യാമോ എന്ന് സത്യൻ അന്തിക്കാടിനോട് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്. പക്ഷേ ആ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. തന്നെ നായകനാക്കി ഒരു ചിത്രം വിജയിപ്പിക്കാൻ സത്യന് കഴിയില്ലേ എന്ന മമ്മൂട്ടിയുടെ ചോദ്യത്തെ ഒരു വെല്ലുവിളിയായിട്ടാണ് സത്യൻ അന്തിക്കാട് സ്വീകരിച്ചത്. 86-87 കാലഘട്ടത്തിലെ പരാജയപർവം അതിജീവിച്ച് അതിശക്തനായി തിരികെ എത്തിയ മമ്മൂട്ടിയാകട്ടെ കുടുംബനാഥന്റെ വേഷങ്ങൾ കൈയൊഴിഞ്ഞ് ആക്ഷൻ വേഷങ്ങളിലേക്ക് ചുവടുമാറുന്ന സമയമായിരുന്നു. സ്വാഭാവികമായും കുടുംബ പശ്ചാത്തലത്തിൽ ചിത്രങ്ങളെടുക്കുന്ന സത്യൻ അന്തിക്കാടിന് മമ്മൂട്ടിയെ നായകനാക്കണമെങ്കിൽ തന്റെ സ്ഥിരം ട്രാക്ക് മാറ്റിയേ മതിയാകൂ എന്ന് ബോധ്യപ്പെട്ടു. ആക്ഷൻ മൂഡിലുള്ള ഒരു തിരക്കഥയ്ക്കായുള്ള സത്യന്റെ അന്വേഷണം ഒടുവിൽ അദ്ദേഹത്തെ വേണു നാഗവള്ളിയിൽ എത്തിച്ചു. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ വേണു നാഗവള്ളി പ്രണയഹാസ്യ ചിത്രങ്ങളാണ് കൂടുതലും രചിച്ചിട്ടുള്ളത്. എന്നാൽ മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. അതിൻ്റെ തുടക്കമാകട്ടെ അർത്ഥവും. കേരളത്തിൽ 80കളുടെ മധ്യത്തോടെ ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് വളർന്നു വന്ന ഒട്ടേറെ ബ്ലേഡ് കമ്പനികൾ തകർന്നടിയുകയുണ്ടായി. ഒട്ടേറെ കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു സാമൂഹിക വിപത്തായിരുന്നു അത്. ഈ സാമൂഹിക തിന്മയ്ക്ക് പിന്നിലുള്ളവർക്ക് എതിരായ പോരാട്ടമായിരുന്നു അർത്ഥം എന്ന ചിത്രത്തിന്റെ പ്രമേയം. ആക്ഷൻ മൂഡിന് യോജിക്കുന്ന മൂർച്ചയേറിയ സംഭാഷണങ്ങൾ മമ്മൂട്ടിയുടെ ഘനഗാംഭീര്യമുള്ള ശബ്ദത്തോടെ പുറത്തു വന്നപ്പോൾ തിയേറ്ററുകളിൽ ഹരഘോഷമുയർന്നു. 80കളിൽ മമ്മൂട്ടിയെ ഏറ്റവും സ്റ്റൈലിഷായി കാണിച്ച ചിത്രം കൂടിയായിരുന്നു അർത്ഥം. മമ്മൂട്ടിയുടെ ബെൻ നരേന്ദ്രന്റെ ഹെയർ സ്റ്റൈലും കോസ്റ്റ്യൂമുമെല്ലാം അക്കാലത്തെ യുവാക്കൾക്കിടയിൽ തരംഗമായിരുന്നു. അക്കാലത്തെ ഹിറ്റ് ജോഡികളായ ജയറാം, പാർവതി എന്നിവർ സഹോദരങ്ങളായാണ് ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് പി.എസ്. നെന്മാറ എന്ന രസകരമായ റോളിൽ ശ്രീനിവാസനും നായികാവേഷത്തിൽ ശരണ്യയും എത്തുമ്പോൾ പ്രധാന വില്ലൻ കഥാപാത്രമായ കെ.ആർ. നമ്പ്യാരായി മുരളിയും വേഷമിട്ടു. നായികവേഷം ചെയ്യാൻ ആദ്യം കരാർ ചെയ്തിരുന്ന രഞ്ജിനി അവസാന നിമിഷം മാറിയതുമൂലമാണ് ആ വേഷം ശരണ്യയിലേക്ക് എത്തിയത്. വേണു നാഗവള്ളിയുടെ രചനയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം 1989 ജൂലൈ 28 റിലീസ് ചെയ്തത്. മമ്മൂട്ടി, ശ്രീനിവാസൻ, മുരളി, ശരണ്യ എന്നിവരോടൊപ്പം ജയറാം, പാർവതി, മാമുക്കോയ, ഫിലോമിന, മോഹൻരാജ്, തിക്കുറിശ്ശി സുകുമാരൻ നായർ, സുകുമാരി, ജഗന്നാഥവർമ്മ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ജോൺസൺ മാഷാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. തന്റെ പ്രിയ സുഹൃത്ത് ജനാർദ്ദനെ കൊലപ്പെടുത്തിയ ശക്തികൾക്കെതിരെ പ്രതികാരത്തിന് ഒരുമ്പെടുന്ന ഏകാഗിയും അവാർഡ് നേടിയ നോവലിസ്റ്റുമായ ബെൻ നരേന്ദ്രനെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. പത്രപ്രവർത്തകയായ മാനസ, അഡ്വക്കേറ്റ് പി.എസ്. നെന്മാറ എന്നിവരാണ് ഈ ഉദ്യമത്തിൽ നരേന്ദ്രന്റെ സഹായത്തിനായി ഒപ്പം ചേരുന്നത്. പിന്നീട് തമിഴിൽ എതിർക്കാട്രു എന്ന പേരിൽ ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടു. 1990 ഡിസംബറിൽ പുറത്തുവന്ന ഈ ചിത്രത്തിൽ കാർത്തിക്, കനക എന്നിവരായിരുന്നു പ്രധാന റോളുകളിൽ എത്തിയത്.
സത്യനന്ദിക്കാട് മമ്മൂട്ടി കൂട്ടുകെട്ടിന്റെ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെപ്പറ്റിയുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.